ഈശോ പറയുന്ന വേറൊരു ഉദാഹരണം ഇവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. ഡോക്ടറുടെ പക്കലേക്ക് രോഗി എത്തിച്ചിട്ട് തൻ്റെ രോഗവിവരങ്ങൾ പറഞ്ഞ് ഡോക്ടറെ ഒന്ന് പരിശോധിച്ചിട്ട് മരുന്ന് ചികിത്സ എന്ന് പറയുന്നതിന് പകരം ഡോക്ടറുടെ പക്കൽ എത്തിയിട്ട് തനിക്ക് തരേണ്ട ചികിത്സ എന്താണെന്ന് ഡോക്ടറെ പറഞ്ഞ് ധരിപ്പിക്കാനായിട്ട് തത്രപ്പെടുന്ന രോഗിയെ പോലെയാണ് നിങ്ങൾ ഈശോ പറയുകയാണ്. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ പ്രിയപ്പെട്ട സഹോദരരെ, നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുള്ള ഈശോയുടെ നിഷ്കർഷയെ ഒരു പൊതു ശീർഷകമാക്കിക്കൊണ്ട് കർത്തൃ പ്രാർത്ഥന എടുക്കുന്നതായി തിരുവചന വിചിന്തന പരമ്പരയുടെ 77ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്തൃ പ്രാർത്ഥനയിലെ 7 യാചനകളിൽ 4ാമത്തെ യാചനയിലാണല്ലോ നമ്മൾ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഈ യാചനയെക്കുറിച്ച് നമ്മൾ 4 കാര്യങ്ങളാണല്ലോ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 4ാമത്തേത് ഇന്ന് നൽകണമേ. അതേക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് തന്നെ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ള നമ്മൾ കാണുകയുണ്ടായി. ഒന്ന്, ഇന്ന് ആവശ്യമുള്ളതെല്ലാം തരാൻ ഒരുങ്ങിയിരിക്കുന്നവനാണ് ദൈവം, നമ്മൾ അറിയണം. 2, ആ അറിവിലേക്ക് വരുന്നില്ല എങ്കിൽ നമ്മൾ ആകുലതകളിൽ പെട്ട് നശിക്കും, നമ്മൾ കണ്ടു കഴിഞ്ഞത് 2. ഇനി 3ാമത്തെ ഭാഗം, ഈ അറിവിലേക്ക് വരുമ്പോൾ നമുക്ക് സമ്പൂർണ്ണ വിട്ടുകൊടുക്കലിൻ്റെ സമാധാനവും പ്രശാന്തതയും ആശ്വാസവും ഉണ്ടാവും. അങ്ങനെയാണ് ദൈവത്തിൻ്റെ മക്കൾ അല്ലെങ്കിൽ അപ്പനുള്ള മക്കളായിട്ട് ദൈവജനം ജീവിക്കേണ്ടത്. ഇന്ന് ആവശ്യകമായ ആഹാരം ഇന്ന് തരണേന്നല്ലേ ഇവിടെ നമ്മൾ യാചിക്കാൻ ഈശോ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ഭക്ഷണത്തിൻ്റെ വിഷയമാണ്. സങ്കീർത്തനം 4ാമത്തെ സങ്കീർത്തനത്തിൽ 7-8 വാക്യങ്ങൾ നമ്മളിങ്ങനെ വായിക്കുന്നല്ലോ. ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലേറെ ആനന്ദം എൻ്റെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്നു. ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും. എന്നാൽ കർത്താവേ, അങ്ങ് തന്നെയാണ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത്. അപ്പോൾ എന്തെങ്കിലും ഭക്ഷണമോ പാനീയമോ ധാന്യങ്ങളോ വിളവുകൾ അതുവഴിയൊക്കെ വീഞ്ഞ് അതുവഴിയൊക്കെ അവർക്കുണ്ടതിനേക്കാൾ ആനന്ദം എൻ്റെ കർത്താവ് എൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു. ഈശോ യോഹന്നാൻ 4 നമ്മൾ കണ്ടു കഴിഞ്ഞ് ശമരക്കാരി സ്ത്രീയെ രക്ഷിച്ചു കഴിയുമ്പോൾ അപ്പസ്തലന്മാർ ഭക്ഷണം കൊണ്ട് വരുമ്പം നിങ്ങളറിയാത്ത ഭക്ഷണം എനിക്കുണ്ട്, നിറഞ്ഞു. അപ്പം അങ്ങനത്തെ നിറവ് ജീവിക്കാൻ നമുക്ക് പറ്റുമെന്ന് സങ്കീർത്തനം അനുഭവിച്ചിട്ട് പങ്കുവച്ചിരിക്കുകയാണ് ഇവിടെ. വീണ്ടും 1-2 സങ്കീർത്തനങ്ങൾ നമുക്ക് കാണാം. 127 സങ്കീർത്തനം, അതിൽ 2ാമത്തെ വചനത്തിൽ തനിക്ക് പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു. തനിക്ക് പ്രിയപ്പെട്ടവർ ആയിട്ട് നമ്മൾ ജീവിച്ചാൽ നമ്മൾ പ്രശാന്തമായി ഉറങ്ങുന്നിടത്ത് പോലും ദൈവം നമുക്ക് വേണ്ടതെല്ലാം ക്രമീകരിക്കും. നമ്മൾ കഴിഞ്ഞ സെഷനിൽ കാണുകയുണ്ടായി, ഉത്കണ്ഠയ്ക്ക് അടിപ്പെട്ട് ഉറങ്ങാൻ പറ്റാത്ത പയ്യൻ. അവൻ കിടന്ന് ഉറങ്ങിയാൽ മതി, അപ്പനും അമ്മയും അവനുള്ള ബ്രേക്ക്ഫാസ്റ്റ് കരുതിയിരിക്കും. മോൻ പറഞ്ഞിട്ടല്ല അപ്പനും അമ്മയും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന, അപ്പനും അമ്മയ്ക്കും അറിയാം. അത് മോന് അറിഞ്ഞ് ആ വിശ്വാസത്തിൽ വിട്ടുകൊടുക്കുമ്പം അവന് പ്രശാന്തമായിട്ട് ഉറങ്ങാൻ പറ്റും. അപ്പനും അമ്മച്ചുള്ളതെല്ലാം ചെയ്യുകയും ചെയ്യും. അതാണ് ഈ സങ്കീർത്തനം 122 പറയുന്നത്. വീണ്ടും സങ്കീർത്തനം 131 2ാമത്തെ വാക്യവും നമുക്ക് ചേർത്ത് വായിക്കാവുന്നതാണ്. മാതാവിൻ്റെ മടിയിൽ ശാന്തനായി കിടക്കുന്ന ശിശുവിനെ പോലെ ഞാൻ എന്നെ തന്നെ ശാന്തനാക്കി, ശാന്തമായി ഉറങ്ങുന്ന ശിശുവിനെ പോലെയാണ് എൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. വീണ്ടും അമ്മയുടെയും കുഞ്ഞിൻ്റെ ഉദാഹരണം തന്നെയാണ്. അമ്മയുടെ മടിയിൽ ശാന്തനായി കിടക്കുന്ന കുഞ്ഞിനെ പോലെ ഞാൻ ശാന്തനാക്കി ദൈവത്തിൻ്റെ പക്കൽ എൻ്റെ ആത്മാവ് അങ്ങനെ വസിക്കുന്നു. ഇങ്ങനെയുള്ളൊരു സ്വസ്ഥതയിലേക്ക് നമ്മുടെ ജീവിതങ്ങൾ വരണം. ഏതെങ്കിലും തരത്തിലുള്ള ആവശ്യങ്ങൾ, നമ്മുടെ നാളെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മൾ ഒരിക്കലും അസ്വസ്ഥരാക്കരുത്, ആകുലരാക്കരുത് എന്ന് ഈ 4ാമത്തെ യാചന വഴി തമ്പുരാൻ ഉപദേശിക്കുന്നുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. പൗലോസ് അപ്പോസ്തലൻ ഈ ഒരു അനുഭവം സ്വന്തമാക്കിക്കൊണ്ട് ഫിലിപ്പിയ ലേഖനത്തിൻ്റെ 4ാമത്തെ അധ്യായത്തിൽ 19ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് നമുക്കറിയാമല്ലോ. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. നമ്മുടെ പിതാവായ ദൈവത്തിന് എന്നും എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. കണ്ടോ? അപ്പം എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. പിതാവായ ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുകയാണ്.
ഇങ്ങനത്തെ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ എത്താൻ സ്വർഗീയ ആബ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കർത്തൃ പ്രാർത്ഥനയുടെ 4 യാചനയിൽ ഈശോ ചേർത്തിരിക്കുന്നത്. ഇപ്രകാരമായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. ഈ അനുഭവത്തിലേക്ക് നമ്മുടെ ഉള്ളങ്ങളെ എത്തിക്കുന്നതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന എല്ലാം. ഈ ഒരു മുന്നോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പ്രത്യാശ നിറഞ്ഞ ഒരു മനോഭാവത്തിലാണ് ഈശോ ഭൂമിയിലെ തന്നെ ജീവിതം നയിച്ചത് എന്ന് അവിടുത്തെ ജീവിത രംഗങ്ങൾ വ്യക്തമാക്കുന്നുണ്ടല്ലോ. ലാസറിന്റെ കബറിടത്തിൽ നമ്മൾ ഈശോയെ കാണുമ്പോൾ യോഹന്നാൻ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൽ 41-42 വാക്യങ്ങൾ എങ്ങനെയാണല്ലോ. അവർ കല്ലെടുത്ത് മാറ്റി യേശു കണ്ണുകൾ ഉയർത്തി പറഞ്ഞു, പിതാവേ, അങ്ങന്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങയ്ക്ക് നന്ദി പറയുന്നു. അങ്ങ് എൻ്റെ പ്രാർത്ഥന എപ്പോഴും ശ്രവിക്കുമെന്ന് എനിക്കറിയാം. ദൈവത്തിന് നന്ദി പറയുന്നു. ശ്രവിച്ചതിന്. ലാസറിനെ പുറത്ത് ഇറക്കാൻ പോകുന്നതേ ഉള്ളൂ. അങ്ങൻ്റെ പ്രാർത്ഥന എപ്പോഴും ശ്രവിക്കുമെന്ന് എനിക്കറിയാം. നമ്മൾ യേശുവിനെ പറഞ്ഞില്ലേ, പിതാവ് എൻ്റെ പ്രാർത്ഥന ശ്രവിക്കുമെന്ന് അറിയുമ്പോൾ നമ്മൾ അതിഭാഷണം ഒഴിവാക്കും. ഇവിടെ അതിഭാഷണമില്ല. പക്ഷെ ആകുലതകൾ കയറി വരുമ്പോൾ, അനുഭവപ്പെടുമ്പോൾ നമ്മൾ ചിലപ്പം ആവർത്തിച്ച് പ്രാർത്ഥിച്ചെന്ന് വരും. അത് അതിഭാഷണമല്ല, നമുക്കെതിരെ ആഞ്ഞടിക്കുന്ന ആകുലതയുടെ തിരമാലകളെ തട്ടിത്തെറിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. ഈശോയുടെ ഗെത്സമനിലെ പ്രാർത്ഥനയെക്കുറിച്ച് ഹെബ്രായ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ വലിയ വിലാപത്തോടും കണ്ണീരോടും കൂടെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിവുള്ളവൻ്റെ പക്കൽ തൻ്റെ ഐഹിക ജീവിതകാലത്ത് ഈശോ പ്രാർത്ഥനകളും യാചനകളും അർപ്പിച്ചു. ഹെബ്രായർ 5-7 വാക്യം എന്ന് പറയുകയാണ്. വലിയ കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥന അതിനെ അർപ്പിച്ചു. നമുക്കറിയാം 3 പ്രാവശ്യം അങ്ങ് ചെയ്തു, വീണ്ടും പ്രാർത്ഥിച്ചുവെന്ന് മത്തായി സുവിശേഷം രേഖപ്പെടുന്നുണ്ട്. അങ്ങനെ ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്നത് ദൈവത്തിൻ്റെ പക്കൽ അവിശ്വാസ നിമിത്തമല്ല. നേരത്തെ പറഞ്ഞ പോലെ ആകുലത അനുഭവപ്പെടുന്നു, അടിപ്പെടുന്ന രണ്ടാ. അനുഭവപ്പെടുമ്പം അടിപ്പെടാതെ തുഴഞ്ഞ് മുകളിലോട്ട് കയറുകയാണ്. വീണ്ടും ആകുലതയുടെ തിരമാല വരുമ്പോൾ അതിന് മുകളിൽ വീണ്ടും തുഴഞ്ഞ് കയറണം. അപ്പം ആകുലതയുടെ തിരമാല എന്തുമാത്രം വരുന്നുവോ അതിനെ മറികടന്ന് കയറാൻ വേണ്ടി പ്രാർത്ഥനയെ ദീർഘമായിട്ട് കൊണ്ടുപോകേണ്ടി വരും. അത് ഈ അതിഭാഷണം എന്ന് പറയുന്ന വിഷയമല്ല എന്ന് മനസ്സിലാക്കണം. അത് പോരാട്ടത്തിൻ്റെ വിഷയമാണ്. ദൈവത്തോട് ചേർന്ന് നിൽക്കണം നമ്മുടെ നിശ്ചയത്തിൻ്റെ വിഷയമാണ്. അപ്പോൾ ഇവിടെ ലാസറിൻ്റെ കബറിടത്തിൽ ഈശോ പ്രാർത്ഥിക്കുമ്പോൾ ഒറ്റ വാക്യമേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്കറിയാം യോഹന്നാൻ 6 5000-ലധികം പുരുഷന്മാരും ഒരു ജനാബലി അവർക്ക് ഭക്ഷണം കൊടുക്കാൻ ചിന്തിക്കുന്ന ഈശോ തൻ്റെ കൈ കിട്ടിയിരിക്കുന്ന 5 അപ്പം 2 മീനും മാത്രമേ ഉള്ളൂ. അതെടുത്തിട്ട് കൃതജ്ഞതാ സ്തോത്രം ചെയ്തു എന്ന് നമ്മൾ വായിക്കുകയാണ്. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൃതജ്ഞത അർപ്പിക്കുന്ന യഹൂദ പാരമ്പര്യമാണ്. അതൊരു വ്യക്തി കഴിക്കാൻ പോകുമ്പം ദൈവം നന്ദി പറഞ്ഞ് കഴിക്കുന്നു. ഈശോയുടെ കയ്യിൽ 5 അപ്പം 2 മീനും കിട്ടി, ഈശോ കഴിക്കാൻ മിച്ചമാണത്. അപ്പോൾ ഈശോ അതെടുത്ത് കൃതജ്ഞത അർപ്പിക്കുന്നത് താൻ കഴിക്കാൻ പോകുന്നതിന് മുമ്പാണ് കൃതജ്ഞതയാണോ? അല്ല, താനത് കഴിക്കുകയല്ല. ജനത്തെ എല്ലാം പന്തിയായിട്ട് ഇരുത്താനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അവർക്കെല്ലാം ഭക്ഷണം കൊടുക്കണം. ഒരുത്തി പറഞ്ഞാൽ മാനുഷികമായിട്ട് ചിന്തിച്ചാൽ എത്രയോ ആകുലത നിറയേണ്ട ആകാംക്ഷ കൊണ്ട് നമ്മൾ തളരേണ്ട അവസരമാണത്. 5 അപ്പം 2 മീനും പിടിച്ചിട്ട് കണ്ടിട്ട് ഈ ജനാവലി മുഴുവൻ ഇരുത്താൻ പറഞ്ഞിട്ട് അത് വിളമ്പാൻ നോക്കുന്നു. അപ്പോൾ അടുത്ത നിമിഷം, അതല്ലേ നാളെ, അടുത്ത നിമിഷം എന്ത് സംഭവിക്കും? ആവശ്യകമായ ആഹാരം ഇവിടെ അത് ഈശോയ്ക്ക് മാത്രമല്ല ഈ ജനത്തിന് മുഴുവൻ കൊടുക്കാനാ. അപ്പം ജനത്തിന് മുഴുവനും ആവശ്യമായ ആഹാരം ഇപ്പം തരണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിക്കുന്ന രംഗമാണിത്. ആവശ്യകമായ ആഹാരം ഇപ്പോൾ തരണമേ. അത് ഈശോ കൃതജ്ഞത അർപ്പിച്ചുകൊണ്ടാണ്. കൃതജ്ഞത അർപ്പിച്ചുവെന്നാണ് നമ്മൾ 6-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ 11-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത്, അനന്തരം യേശു അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് വിതരണം ചെയ്തു. കൃതജ്ഞതാ സ്തോത്രം ചെയ്ത്, അത് പൂർണ്ണ വിശ്വാസത്തിൻ്റെ പ്രാർത്ഥനയാണ്, ചുവടുവെപ്പാണ്, മനോഭാവമാണ്, നിലപാടാണ്. അവിടെ അതിഭാഷണമില്ല. ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം അപ്പ ഇന്ന് തരണമേ. പ്രശാന്തതയോടെയുള്ള വിട്ടുകൊടുക്കലിൻ്റെ പ്രാർത്ഥനയാണ്. പത്രോസിൻ്റെ 1-ാം ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ നമ്മുടെ ഉത്കണ്ഠകൾ ആകുലതകളൊക്കെ നമ്മളെ അലട്ടുന്നതിനെ കുറിച്ചുള്ള അവബോധത്തോടെ പത്രോസ് നൽകുന്ന ഉപദേശം നമുക്കറിയാമല്ലോ. 7-ാം വാക്യം, നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ,
അവിടെ നിങ്ങളുടെ ശ്രദ്ധാലുവാണ്, സമയത്തതയോടെ ഉണർന്നിരിക്കുവിൻ. 6-ാം വാക്യം പറയുന്നുണ്ട്, ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ, തക്ക സമയത്ത് അവിടെ നിങ്ങൾ ഉയർത്തിക്കൊള്ളും. എന്നിട്ടാണ് പറയുന്നത്, സാത്താൻ അവസരം നോക്കിച്ചിട്ട് നടക്കുന്നുണ്ട്. ഉത്കണ്ഠയ്ക്കും ആകുലതയ്ക്കും അടുപ്പെട്ടു പോയാൽ സാത്താന് വാതിൽ കിട്ടും. നമ്മൾ കഴിഞ്ഞ സെഷനെ പറഞ്ഞ പോലെ തന്നെയാണ്. എടുക്കേണ്ട മനോഭാവം എന്താണ്? സമയത്തതയോടെ അവിടുത്തെ മുമ്പിൽ ആയിരിക്കുക. അവിടെ ശ്രദ്ധാലുവാണ്, തക്ക സമയത്ത് അവിടുന്ന് ഇടപെട്ടുകൊള്ളും. അങ്ങനെ വിട്ടുകൊടുക്കൽ. കഴിഞ്ഞ സെഷനിൽ ഇറ്റലിക്കാരനായ ഒരു ഡൊളിൻഡോ അച്ഛനെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചിരുന്നല്ലോ. പതിരവയുടെ സമകാലികനായ ദേവദാസനായ വ്യക്തി. അദ്ദേഹത്തിന് ഈശോ വെളിപ്പെടുത്തി കൊടുക്കുന്ന കാര്യങ്ങളിൽ അദ്ദേഹം അത് പങ്കുവെക്കുമ്പോൾ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു വിട്ടുകൊടുക്കൽ നൊവേനയാണ് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ആ നൊവേനയിൽ ഈശോ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത്, എന്തിനാണ് നിങ്ങളിങ്ങനെ നിങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ആകുലപ്പെട്ട് ഭാരപ്പെടുന്നത്? എൻ്റെ പക്കലേക്ക് നിങ്ങൾ വിട്ടു തന്നേ. ഒരു സറണ്ടർ നൊവേന. ആ നൊവേനയുടെ 1-ാം ദിവസത്തെ പ്രാർത്ഥനയിൽ ഈശോ ഇങ്ങനെ പറയുന്നുണ്ട്, അച്ഛൻ രേഖപ്പെടുത്തുകയാണ്, എന്തിനാണ് നീ വ്യഗ്രതപ്പെട്ടുകൊണ്ട് കലങ്ങുന്നത്? നിന്റെ കാര്യങ്ങളുടെ നടത്തിപ്പ് എനിക്ക് വിട്ടുതരിക, നിന്റെ എല്ലാ കാര്യങ്ങളും സമാധാനപൂർണമാകും. സത്യമായി നിന്നോട് പറയുന്നു, എൻ്റെ നേരെക്കുള്ള യഥാർത്ഥമായ സമ്പൂർണമായ കണ്ണുവടത്തുള്ള വിട്ടു നൽകലിൻ്റെ ഓരോ പ്രവൃത്തിയും ബുദ്ധിമുട്ടേറിയതിൻ്റെ എല്ലാ അവസ്ഥകളെയും കെട്ടുകൾ അടിച്ച് നീ ആഗ്രഹിക്കുന്ന ഫലങ്ങൾ പുറപ്പെടുവിക്കും. എന്നിട്ട് 2-ാം ദിവസത്തേക്ക് വരുമ്പം ഈശ്വർ ഉദാഹരണം പോലും പറയുന്നതായിട്ട് അച്ഛൻ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പ്രശ്നത്തിലകപ്പെട്ട കുഞ്ഞ് അമ്മയെ എന്നെ സഹായിക്കണേ എന്ന് അമ്മയെ വിളിച്ച് കരഞ്ഞിട്ട് അമ്മ സഹായിക്കാൻ ഓടി വരുമ്പോൾ പിന്നെയും സ്വന്തം ബുദ്ധി വെച്ച് കാര്യങ്ങൾ ചെയ്യാൻ നോക്കുന്നതും തൻ്റെ ബാലിശമായ പോഷത്തരങ്ങൾക്ക് കൂടെ അമ്മയെ കിട്ടുന്നില്ലെന്ന് കാണുമ്പോൾ വല്ലാതെ കലങ്ങി വിഷമിക്കുന്നതും കണ്ടിട്ടില്ലേ? ഇതുപോലെയാണ് നിങ്ങൾ ആകുലപ്പെടുന്നത്. അതാണ് വിട്ടുകൊടുക്കലില്ലാത്ത പ്രാർത്ഥന. അപ്പൊ കർത്തൃപ്രാർത്ഥനയിലെ 4-ാമത്തെ യാചന വിട്ടുകൊടുക്കലിന്റെ പ്രാർത്ഥനയാണെന്നുള്ള ഭാഷ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിട്ടുകൊടുക്കുകയാണ്, സമ്പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുക. വീണ്ടും ഇതില് ഈശോ പറയുന്ന വേറൊരു ഉദാഹരണം ഇവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. ഡോക്ടറുടെ പക്കലേക്ക് രോഗി എത്തിച്ചിട്ട് തൻ്റെ രോഗവിവരങ്ങൾ പറഞ്ഞ് ഡോക്ടറെ ഒന്ന് പരിശോധിച്ചിട്ട് മരുന്നതാ ചികിത്സ എന്ന് പറയുന്നതിന് പകരം ഡോക്ടറുടെ പക്കൽ എത്തിയിട്ട് തനിക്ക് തരേണ്ട ചികിത്സ എന്താണെന്ന് ഡോക്ടറെ പറഞ്ഞ് ധരിപ്പിക്കാനായിട്ട് തത്രപ്പെടുന്ന രോഗിയെ പോലെയാണ് നിങ്ങൾ ഈശോ പറയുകയാണ്. രോഗിയാണോ ഡോക്ടറെ ചികിത്സ പഠിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞ പോലെ രോഗി ചെയ്യേണ്ട ഡോക്ടർ ബാക്കി എന്നിട്ട് രോഗം പറഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ മതി, ഡോക്ടർ ബാക്കി ചെയ്തോളും. അതാണ് ഡോക്ടറുടെ പ്രാഗൽഭ്യം. ഇതുപോലെ അപ്പായെന്ന് നിങ്ങൾ എന്നെ വിളിച്ചിട്ട് പിന്നെ എന്തിനാണ് ആകുലപ്പെടുന്നത്? അന്നു വേണ്ട ആഹാരം, ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് തരണമേ. ഒറ്റ പറച്ചിൽ മതി, ബാക്കി ഞാൻ നോക്കിക്കോളാം. അമ്മയുടെ കൈകളിൽ ഉറങ്ങുന്ന ഒരു കുഞ്ഞ് ഉണരുമ്പോഴിതേ അമ്മ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വേറെ സ്ഥലത്താണ് കണ്ണു തുറക്കുമ്പോൾ കാണുന്നത്, ഇത് എവിടെയാണ് നമ്മൾ എത്തിയത് എന്ന് ചിന്തിക്കുക. ഇതുപോലെ ഈശോ പറയുകയാണ്, നിങ്ങൾ ഇങ്ങോട്ട് വിട്ടു തന്നേ. നിങ്ങൾ അല്പം കഴിയുമ്പോൾ കാണും, ഒരിക്കലും അക്കരെ കടക്കാൻ പറ്റുകയെന്ന് വിചാരിക്കുന്ന പോലെയുള്ള നദിയുടെ ഇപ്പുറത്ത് നിന്നാണ് നിങ്ങൾ കണ്ണടച്ചത്, വിട്ടു തന്നത്. ഇപ്പോഴത്തെ നിങ്ങൾ അപ്പുറം എത്തിക്കഴിഞ്ഞു. ഇതെങ്ങനെ സംഭവിച്ചു? ആശ്ചര്യപ്പെട്ടു പോകും. ഒരിക്കലും പറ്റുകയെന്ന് ആകുലത നിങ്ങളുടെ ഉള്ളിലേക്ക് ഇട്ട് തന്നിരുന്ന വിഷയങ്ങൾ, പ്രശ്നങ്ങൾ ഞാനത് മറികടത്തിക്കോളാം, ഞാനത് കടത്തിക്കൊണ്ട് പോകുന്നത് വിട്ട് തന്നാൽ മതി. അവിടെ ഈ നൊവേനയിൽ ഈ ഡൊളിൻഡോ അച്ഛൻ വഴി ഈശോ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ഓരോ ദിവസത്തെ വിചിന്തനം ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് അവിടെ ഈശോ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന 10 പ്രാവശ്യം ഏറ്റു പറയുക, എൻ്റെ ഈശോയെ എന്നെ തന്നെ ഞാൻ അങ്ങ് വിട്ടു തരുന്നു, അങ്ങെല്ലാം നോക്കി നടത്തണേ. ഇത് 10 പ്രാവശ്യം പറയാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എൻ്റെ ഈശോയെ എല്ലാം ഞാൻ അങ്ങേക്ക് വിട്ടു തരുന്നു, അങ്ങെല്ലാം നോക്കി നടത്തണേ. ഇതുതന്നെയാണ് സ്വർഗസ്നായ പിതാവിനെ വിളിച്ചിട്ട് ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. മതി, വിട്ടുകൊടുക്കൽ അതിനകത്തുണ്ട്, സമ്പൂർണ്ണ വിട്ടുകൊടുക്കൽ. ആവശ്യമായ ആഹാരം എന്നത് പറയണ്ട, അങ്ങേക്ക് അറിയാം, അങ്ങത് ചെയ്യും, വിശ്വസിക്കുന്നു. ഇന്നത്തേക്ക് വേണ്ടത് അങ്ങ് തരണേ. നടത്തിയ കാര്യം അതെൻ്റെ വിഷയമല്ല, അങ്ങ് ചെയ്തോളും. ശാന്തമായിട്ട് അങ്ങയുടെ മടിയിൽ വിശ്രമിക്കും, ഉറങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു അനുഭവം സ്വന്തമാക്കാനായിട്ട് നമുക്ക് ഈ ഒരു 4-ാമത്തെ യാചനയുടെ അർത്ഥം അറിഞ്ഞുള്ള ചൊല്ലലിലൂടെയും ആ അർത്ഥം ഉൾക്കൊണ്ടുള്ള ജീവിത മനോഭാവത്തിലൂടെ നമുക്ക് സാധിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യവാസവും നമ്മെല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.